പ്രണയമെന്ന് പറയുന്നത് ആർക്കും എപ്പോഴും ഉണ്ടാകുന്ന സംഭവമല്ല. പ്രണയത്തിന് ഒരു വജ്രതുല്യമായ വലിയ വില ഉണ്ട് എന്നത് വാസ്തവമാണ്. പ്രണയം പല കവികളും പാടിപ്പുകഴ്ത്തിയിട്ടുണ്ട്. പല കവികളും പ്രണയത്തിന് വേണ്ടി ജീവിതം ഹോമിച്ചിട്ടുണ്ട്. അത് പാശ്ചാത്യ കവികളാണെങ്കിലും ഇടപ്പള്ളി രാഘവൻ പിള്ള ആയാലും ഒക്കെ അങ്ങനെ തന്നെ നടന്നിട്ടുണ്ട്. അപ്പോൾ പ്രണയത്തിന് ഒരുപാട് വിലയുണ്ട്. ഞാൻ ഈ പറയുന്നത് പ്രണയത്തെക്കുറിച്ച് കഥ പറയാൻ വേണ്ടിയല്ല, ഇഷ്ടത്തെക്കുറിച്ച് കഥ പറയാൻ വേണ്ടിയല്ല. ഒരാൾക്ക് ഒരു പെൺകുട്ടിയോട് ഇഷ്ടം തോന്നിയാൽ ആ പെൺകുട്ടിയുടെ ഇഷ്ടം കൂടി മാനിക്കണം. അല്ലാതെ വൺ വേ ലൈന് വെച്ചിട്ട് അവളെ ഇപ്പോൾ കെട്ടിത്തരണം എന്ന് വീട്ടുകാരോട് പറഞ്ഞാൽ വീട്ടുകാർ അതിന് നിന്ന് തരണമെന്നില്ല. പിന്നെ കെട്ടാൻ തക്ക യോഗ്യത സ്വയം ഉറപ്പുവരുത്തുകയും വേണം. ഒരു പെണ്ണിനെ കെട്ടിക്കഴിഞ്ഞാൽ നോക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ തൻ്റെ സ്വഭാവം നല്ലതാണോ, കല്യാണം കഴിച്ച് ജീവിക്കാൻ പാകമായ മനസ്സാണോ തനിക്കുള്ളതെന്ന് ആമ്പിള്ളേരും ശ്രദ്ധിക്കണം, യുവാക്കൾ ശ്രദ്ധിക്കണം. ഇവിടെ നടന്നത് എന്താണ്? തിരുവനന്തപുരത്ത് കിളിമാനൂർ നടന്ന സംഭവം പറയാനാണ് ഞാൻ പ്രണയവും ഇഷ്ടമൊക്കെ ഒരല്പം പറഞ്ഞു പോയത്. ഇടപ്പള്ളിയുടെ കഥയൊക്കെ സൂചിപ്പിച്ചത് അതിനു വേണ്ടിയാണ്. പ്രണയ നൈരാശ്യം മൂലം, പ്രണയ പക മൂലം കേരളത്തിൽ എത്രയെത്ര അക്രമ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അതിലേറ്റവും ഒടുവിൽ ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഉദാഹരണമാണ് കിളിമാനൂരിൽ നടന്നത്. അച്ഛനെയും മകനെയും വിളിച്ചു വരുത്തി ആളൊഴിഞ്ഞ വീട്ടിൽ, പണിതീരാത്ത ആളൊഴിഞ്ഞ വീട്ടിൽ ബന്ദിയാക്കി നഖശിഖാന്തം അടിച്ച് തകർത്ത് മകളെ കെട്ടിത്തരണമെന്ന് ആവശ്യപ്പെടുക. അവരെ മൃതപ്രായരാക്കിയ ശേഷം ഉപേക്ഷിച്ച പ്രതികൾ കടന്നു കളയുക. ഇതാണ് കിളിമാനൂരിൽ സംഭവിച്ചത്. അത് മധുര സുധീഷ് എന്ന ഒന്നാം പ്രതി, 28 വയസ്സുണ്ട്, മധുര സുരേഷ്, കുമ്മിൾ അരുൺ, മറ്റൊന്ന് കുമ്മിൾ ആരോമൽ, അവന്മാർക്ക് രണ്ടുപേർക്കും 21 വയസ്സാണ് പ്രായം. മറ്റൊന്ന് തൃക്കണ്ണാപുരം ലാൽകൃഷ്ണ, അവന് പ്രായം 20ആണ്. ഈ 4 പേരും ചേർന്ന് ഈ മധുര സുധീഷിന് ഒരു ആഗ്രഹം, ആരെ, വടശ്ശേരിക്കോണം ആര്യാഭവനിൽ അനിൽകുമാർ എന്ന 51കാരൻ്റെ മകളെ കല്യാണം കഴിക്കണം. ആര്യാഭവനിൽ അനിൽകുമാർ പറഞ്ഞു കെട്ടിത്തരില്ല. അപ്പോൾ അനിൽകുമാറിനെയും അനിൽകുമാറിൻ്റെ ഭാര്യയെയും വിളിച്ചു വരുത്തി കൂട്ടുകാർക്ക് ഒപ്പമിരുന്ന് താൻ മികച്ച ക്യാരക്ടറാണെന്നും തനിക്ക് ഒരു പെൺകുട്ടിയെ സംരക്ഷിക്കാൻ, ഒരു കുടുംബം നോക്കാൻ പ്രാപ്തിയുണ്ടെന്നും ഉറപ്പുവരുത്തുക, അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ മധുര സുധീഷ് അനിൽകുമാറിനെ വിളിച്ചു വരുത്തിയത്. അനിൽകുമാറിനെ വിളിച്ചു വരുത്തുമ്പോൾ അനിൽകുമാർ ഭാര്യയെ കൊണ്ടുവന്നില്ല, പകരം മകൻ അച്ചുവിനെയാണ് ഒപ്പം കൂട്ടിയത്. 20 വയസ്സുള്ള മകൻ അച്ചുവും 51 വയസ്സുള്ള അനിൽകുമാറും കൂടി ഈ മധുര സുധീഷ് വിളിച്ചതനുസരിച്ച് ഇയാളെ കാണാൻ പോയതാണ്. അവന്മാര് ഇയാളെ ആളൊഴിഞ്ഞ കെട്ടിടത്തിൽ കൊണ്ടുപോയി സംസാരിച്ച് പിന്നെ അങ്ങ് മർദ്ദനമായി. എത്ര സംസാരിച്ചിട്ടും അച്ഛൻ അനിൽകുമാർ പറഞ്ഞില്ല തൻ്റെ മകളെ ഈ ദുഷ്ടനെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണെന്ന്. ഒരുപാട് ആക്രമിച്ചു. പോലീസുകാർ, ചിതറ പോലീസിനായിരുന്നു അന്വേഷണ ചുമതല. പോലീസുകാർ തലങ്ങും വിലങ്ങും അന്വേഷിച്ചിട്ടും യുവന്മാരെ പിടികിട്ടിയില്ല. യുവന്മാർ എന്താണ് ചെയ്തത്? അത് ഈ ക്രൈം സ്റ്റോറിയിലെ മറ്റൊരു ഘട്ടമാണ്. യുവന്മാർ അവിടെ ഇവരുടെ വാഹനമൊക്കെ ഉപേക്ഷിച്ചിട്ട് ഓട്ടോറിക്ഷയിൽ നേരെ കുളത്തൂപ്പുഴ പിടിച്ചു. കുളത്തൂപ്പുഴയിൽ നിന്ന് മധുര മീനാക്ഷി ക്ഷേത്രം, പുണ്യക്ഷേത്രങ്ങളിലാണ്. അത്ര വലിയ വ്രതശുദ്ധിയോടുകൂടിയ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഇവന്മാർ ക്ഷേത്ര ദർശനത്തിന് പോകുന്നത്. ദൈവം പോലും പൊറുക്കാത്ത, കണ്ണിൽ ചോരയില്ലാത്ത ക്രൂരതയാണ് കാട്ടിക്കൂട്ടിയത്. അച്ഛനെയും മകനെയും മൃതപ്രായരാക്കി ഇഞ്ചിഞ്ചായി കൊല്ലാൻ ശ്രമിച്ച ശേഷം സ്വന്തം വാഹനങ്ങൾ അവിടെ ഉപേക്ഷിച്ച്, കാരണം സ്വന്തം വാഹനങ്ങൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ പോലീസ് പിന്തുടരും, മൊബൈൽ ഫോൺ ഉപയോഗിച്ചാൽ പോലീസ് പിന്തുടരും, ഇതൊക്കെ ഇവർക്കറിയാം. അതുകൊണ്ട് ഇവന്മാർ എന്ത് ചെയ്തു? വാഹനവും മൊബൈൽ ഫോണുമൊക്കെ ഉപേക്ഷിച്ച് നേരെ ഓട്ടോറിക്ഷയിൽ കുളത്തൂപ്പുഴ എത്തി. കുളത്തൂപ്പുഴയിൽ നിന്ന് മധുര മീനാക്ഷി ക്ഷേത്രം അവിടെ എത്തി. അവിടെ നിന്ന് നേരെ പളനിസ്വാമിയെ കാണാൻ പോയി. ആണ്ടവാ പളനിസ്വാമി എന്ന് പറഞ്ഞിട്ട് സുധീഷും മറ്റൊരുത്തനും അവിടെ മൊട്ടയടിച്ചു. സുധീഷും കുമ്മിളരുണും അവിടെ വെച്ച് തല മൊട്ടയടിച്ചു, ആളറിയാതിരിക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ നാട്ടിലിങ്ങനെ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. തല മൊട്ടയടിച്ചാൽ ആരും തിരിച്ചറിയില്ല. യുവമാർക്കെതിരെ പോലീസ് തലങ്ങും വിലങ്ങും ഓടുന്നുണ്ട്, വല വിരിച്ചിട്ടുണ്ട്, ഏത് നിമിഷവും പിടിയിലാകും. എങ്കിലും നാട്ടിലേക്ക് മടങ്ങാൻ തന്നെ തീരുമാനിച്ചു. നാട്ടിലേക്ക് മടങ്ങി വന്നിട്ട് പ്രവർത്തനരഹിതമായ ഒരു കോറിയിൽ യവന്മാരെ തമ്പടിച്ചു, അവിടുത്തെ അണ്ടർഗ്രൗണ്ടിൽ. അവിടെ അധോലോകത്തിരുന്ന് കാര്യങ്ങൾ മണത്തറിയാമെന്നൊക്കെ ശ്രമത്തിലായിരുന്നു. പക്ഷേ വിശപ്പ് സഹിച്ചില്ല. അപ്പോൾ വൈകുന്നേരമായപ്പോൾ സുധീഷ് എന്ന് പറയുന്ന മൊട്ട സുധീഷ്, മധുര സുധീഷ് പുറത്തിറങ്ങി ആഹാരം വാങ്ങാൻ. അപ്പോൾ ഇവനെ നാട്ടുകാർ തിരിച്ചറിഞ്ഞു. ഇവനല്ലേ ആ അപ്പനെയും മകനെയും അടിച്ച് പഞ്ചറാക്കിയ ശേഷം നാട് വിട്ടുപോയത്? ഇവനല്ലേ പോലീസ് തിരക്കുന്നത്? സംശയം തോന്നുന്ന നാട്ടുകാർ ഇവനെ തടഞ്ഞു വെക്കാൻ ശ്രമിച്ചു, ഇവനെ പിടികൂടാൻ ശ്രമിച്ചു. ഇവൻ ഓട്ടം ഓടിയെടുത്ത് പുല്ലുപോലും കുരുക്കില്ല. പോലീസ് വിവരം അറിഞ്ഞു. ഇവൻ ഓടിയ ദിശയൊക്കെ നോക്കിയിട്ട് വളഞ്ഞു.
കോറിയിൽ നിന്ന് 3 പേരെ പൊക്കി. ആരെയൊക്കെ? അരുണിനെ പൊക്കി, ആരോമലിനെ പൊക്കി, ലാൽകൃഷ്ണനെ പൊക്കി കോറിയിൽ നിന്ന്. രാവിലെ തന്നെ യൗമാരെ വൈകിട്ട് തന്നെ പൊക്കി. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ഈ മധുര സുധീഷിനും നിക്കപ്പുറതിയില്ലാതെ നേരെ ചിതറ പോലീസ് സ്റ്റേഷനിൽ ഹാജരായി. ഞാൻ പറഞ്ഞു വന്നത് ക്രൈമിൻ്റെ ത്രില്ലടിപ്പിക്കുന്ന കഥ പറയാൻ വേണ്ടിയല്ല. ഒരു പ്രണയം അല്ലെങ്കിൽ പ്രണയ നൈരാശ്യം, പ്രണയപ്പക എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ ദിവസവും നമ്മൾ കണ്ടതാണ്. ഒരു പെൺകുട്ടിയെ പട്ടാപ്പകൽ റോഡിൽ വെച്ച് ഒരു ചെറുപ്പക്കാരൻ കുത്തിക്കൊല്ലുകയാണ്. പ്രണയപ്പകയാണ്. പ്രണയിച്ചില്ല, ആ പെൺകുട്ടി അവനെ പ്രണയിച്ചില്ല എന്ന് പറഞ്ഞിട്ടാണ് ആ പെൺകുട്ടിയെ കുത്തിക്കൊല്ലുന്നു. അതുപോലെ എത്ര സംഭവങ്ങളാണ് കേരളത്തിൽ നടന്നിട്ടുള്ളത്. ആലപ്പുഴയിലാണെങ്കിൽ ഒരു പോലീസുകാരൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥയെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊന്നിട്ടുണ്ട്. അയാളും പിന്നീട് മരിച്ചുപോയി. വീട്ടിൽ കയറി കൊലപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ എത്ര സംഭവങ്ങളാണ് കേരളത്തിൽ നടക്കുന്നത്. ഇത് പക്ഷേ ആ പെൺകുട്ടി എന്തോ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. പെൺകുട്ടിയുടെ അമ്മയും രക്ഷപ്പെട്ടു. പക്ഷേ അച്ഛനും സഹോദരനും വലിയ വിലയാണ് ഈ അക്രമി സംഘത്തിന് നൽകേണ്ടി വന്നത്. അല്ലെങ്കിൽ മകൾക്ക് വേണ്ടി ആ അച്ഛനും സഹോദരനും ഒരുപാട് കാര്യങ്ങളാണ് സഹിക്കേണ്ടി വന്നത്. അവരത്രമാത്രം സങ്കടമാണ് നേരിട്ടത്. പീഡനങ്ങളും ക്രൂരമർദ്ദനവുമാണ് നേരിട്ടത്. അതുകൊണ്ട് തന്നെ ഈ പിടിയിലായ 4 പേർക്കും ശക്തമായ നിയമം വ്യവസ്ഥ ചെയ്യുന്ന ശക്തമായ ശിക്ഷ തന്നെ ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.